സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അമ്മയായ വിമലഹൃദയ മാതാവിനെ കുറിച്ചാണ്. വിമലഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ കളങ്കമില്ലാത്ത പരിപൂർണ സ്നേഹം നിറഞ്ഞ ഹൃദയത്തെയാണ്. വിമല എന്ന വാക്കിനർത്ഥം ശുദ്ധമായത്, പാപത്തിൻ്റെ കറ പുരളാത്തത് എന്നാണ്. ആ ഹൃദയം മുഴുവൻ ദൈവസ്നേഹം കൊണ്ടും മനുഷ്യസ്നേഹം കൊണ്ടും നിറഞ്ഞിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കാണാം. ദൈവദൂതൻ ഗബ്രിയേൽ മാലാഖ ദൈവപുത്രൻ്റെ അമ്മയാകാൻ മാതാവിനോട് പറഞ്ഞപ്പോൾ ഒരു സംശയവും പേടിയുമില്ലാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. അതായിരുന്നു ദൈവഹിതത്തിനായുള്ള അമ്മയുടെ ആദ്യത്തെ അതെ. പിന്നീട് ദേവാലയത്തിൽ വെച്ച് ഈശോയെ കാണാതെ വന്നപ്പോൾ 3 ദിവസം അന്വേഷിച്ച് നടന്ന ആ അമ്മയുടെ വേദന, കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞുള്ള കരുണ, കാൽവരിയിൽ മകൻ കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ ഒരു വാക്കുപോലും പരാതി പറയാതെ നിന്ന ധൈര്യം, ഇതെല്ലാം വിമല ഹൃദയത്തിൻ്റെ അടയാളങ്ങളാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ പറയുന്നു, മറിയമോ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. 1917 ഫാത്തിമയിൽ വെച്ച് പരിശുദ്ധ മാതാവ് ലോകത്തോട് ആവശ്യപ്പെട്ടത് എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി സ്ഥാപിക്കണം എന്നായിരുന്നു. പാപികളുടെ മാനസാന്തരത്തിനും ലോക സമാധാനത്തിനും വേണ്ടി ആ അമ്മയുടെ ഹൃദയം നമുക്കായി എപ്പോഴും തുറന്നു തന്നിരുന്നു. അപ്പോൾ നമ്മൾ വിമല ഹൃദയ ഭക്തിക്കായി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയം വെറുപ്പ്, അസൂയ, ദേഷ്യം എന്നിവയിൽ നിന്ന് ശുദ്ധമായി സൂക്ഷിക്കുക. 2, ജീവിതത്തിലെ കുരിശുകളിലും സഹനങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുക. 3, ചുറ്റുപാടുമുള്ളവരെ, പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്നവരെ ഒരമ്മയുടെ കരുതലോടെ ചേർത്ത് പിടിക്കുക. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ വരുമ്പോഴും പരീക്ഷകൾ നമ്മളെ തളർത്തുമ്പോഴും ഭാവിയെക്കുറിച്ചുള്ള പേടി നമുക്ക് തോന്നുമ്പോഴും വിമല ഹൃദയ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഹൃദയം നമുക്കായി എപ്പോഴും തുടിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ഒരു തീരുമാനമെടുക്കാം. അമ്മയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയവും എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും ക്ഷമിക്കാനും വേണ്ടി നമ്മളും മാതാവിനെ പോലെ ആ ഹൃദയമുള്ളവരായി തീരുക. വിമല ഹൃദയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്ദി.